സർവസൃഷ്ടികർത്താവും സർവശക്തനുമായ എന്റെ പിതാവായ ദൈവത്തിന് മഹത്വം. യേശുവിൻ നാമത്തിൽ. എന്തുകൊണ്ട് യേശു കർത്തൃമേശയിൽ പങ്കെടുക്കുവാൻ അഥവാ കുർബാന സ്വീകരിക്കുവാൻ നമ്മോട് ആവശ്യപ്പെട്ടു? ഇതിനുള്ള ഉത്തരമാണ് നമ്മൾ ഈ എപ്പിസോഡിൽ കണ്ടെത്തുവാൻ ശ്രമിക്കുന്നത്. യേശു പറഞ്ഞതിലും ചെയ്തതിലുമെല്ലാം പഴയ നിയമത്തിലെ അടിത്തറ ഉണ്ടായിരുന്നു എന്നത് ശ്രദ്ധേയമാണ്. പഴയ നിയമത്തിൽ യഹോവ മനുഷ്യർക്ക് സ്വർഗത്തിൽ നിന്നും മന്ന ഭക്ഷിക്കുവാൻ നൽകി. യോഹന്നാന്റെ പുസ്തകം 6-ാം അധ്യായം 58-ാം വാക്യത്തിൽ യേശു പറഞ്ഞു, താൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന അപ്പമാണ്. പിതാക്കന്മാർ മന്ന ഭക്ഷിച്ചു, എങ്കിലും മരിച്ചു. അതുപോലെയല്ല ഈ അപ്പം. ഇത് ഭക്ഷിക്കുന്നവൻ എന്നേക്കും ജീവിക്കും. മന്ന എന്നത് വിശപ്പിനുള്ള ഭക്ഷണവും യേശു ജീവന്റെ അപ്പവുമാണ്. ഇതാണ് ഇതിലുള്ള ഒരു വ്യത്യാസം, വലിയ വ്യത്യാസമാണ്. മത്തായിയുടെ സുവിശേഷം 26-ാം അധ്യായം 26-ാം വാക്യം, യേശു അപ്പം എടുത്ത് വാഴ്ത്തി നുറുക്കി ശിഷ്യന്മാർക്ക് കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, വാങ്ങി ഭക്ഷിപ്പിൻ, ഇതെന്റെ ശരീരം. പിന്നെ പാനപാത്രം എടുത്ത് സ്തോത്രം ചൊല്ലി അവർക്ക് കൊടുത്തു. എല്ലാവരും ഇതിൽ നിന്ന് കുടിപ്പിൻ, ഇത് അനേകർക്ക് വേണ്ടി പാപമോചനത്തിനായി ചൊരിയുന്ന പുതിയ നിയമത്തിലുള്ള എന്റെ രക്തം എന്നും പറഞ്ഞു. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 55 നോക്കിയാൽ, എന്റെ ശരീരം ഭക്ഷിക്കുകയും എന്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട്. അവസാന ദിവസം ഞാൻ അവനെ ഉയർപ്പിക്കും. ഇത് സ്നാനത്തിന്റെ പ്രാധാന്യം കാണിക്കുന്നതാണ്. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 56-ാം വാക്യം നമുക്ക് നോക്കാം. എന്റെ ശരീരം ഭക്ഷിക്കുകയും എന്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നു. യേശുവിന്റെ ശരീരം ഭക്ഷിക്കുകയും രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നതിലൂടെ യേശുവിന്റെ വിശുദ്ധ ശരീരവും വിശുദ്ധ രക്തവും നമ്മുടെ ശരീരവും രക്തവുമായി ലയിക്കുന്നുണ്ട്. അങ്ങനെ നാമും വിശുദ്ധീകരിക്കപ്പെട്ട് ക്രമേണ യേശുവായി പരിണമിക്കുകയാണ് ചെയ്യുന്നത്. ഒരാളുടെ ജന്മം വിശുദ്ധമാകണമെങ്കിൽ നമ്മൾ യേശുവായി ക്രമേണ പരിണമിച്ചു മാറണം. അങ്ങനെ യേശു എന്നിലും ഞാൻ അവനിലും വസിക്കുന്നു. ഈ തരുണത്തിൽ നാമും യേശുവിനോട് കൂടെ ദൈവമക്കളായി പരിണമിക്കുന്നു. യേശുവിന്റെ ശരീരവും രക്തവും നമ്മൾ ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്യുമ്പോൾ അത് നമ്മുടെ ശരീരത്തിൽ പ്രവേശിക്കുന്നു. അത് തിരുശരീരവും തിരുരക്തവുമാണ്. അങ്ങനെ നമ്മുടെ ശരീരവും നമ്മുടെ രക്തവും യേശുവിന്റെ രക്തവും ശരീരമായി പരിണമിക്കുന്നത് നാം മനസ്സിലാക്കണം. ഇനി ഇത് നമ്മുടെ ശരീരമല്ല, നമ്മുടെ രക്തമല്ല, യേശുവിന്റെ ശരീരവും യേശുവിന്റെ രക്തമാണ് എന്ന് നാം മനസ്സിലാക്കുകയാണ് വലിയൊരു ആത്മീയ പാഠം. ഈ പരിണാമം നിലനിർത്തി നിത്യത ആർജിക്കുവാൻ ആഗ്രഹിക്കുന്നവരെ പരിശുദ്ധാത്മാവ് സഹായിക്കുന്നു എന്നതാണ് ആത്മീയ ഭാഷം. തുടർന്ന് നമ്മൾ പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്നു. അതിനാൽ കർത്തൃമേശയ്ക്ക് അതീവ പ്രാധാന്യമാണുള്ളത്. പൗലോസിന്റെ വാക്യങ്ങളിൽ റോമർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം 17-ാം വാക്യം, നാം മക്കളെങ്കിലോ അവകാശികളുമാകുന്നു, ദൈവത്തിന്റെ അവകാശികളും ക്രിസ്തുവിന്റെ കൂട്ടവകാശികളും തന്നെ. ഈ വചനം വിശുദ്ധ കുർബാന അഥവാ കർത്തൃമേശ എന്ന കൂദാശയിലൂടെയാണ് നിവൃത്തിയാകുന്നത്. കർത്താവിന്റെ ശരീരവും രക്തവും ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്യുന്ന വഴി നാമും യേശുവായി പരിണമിക്കുന്നു, മക്കളാവുന്നു, ദൈവത്തിന്റെ മക്കളാവുന്നു. ദൈവത്തിന്റെ മക്കളെങ്കിലോ അവകാശികളുമാകുന്നു. ദൈവത്തിന്റെ അവകാശികളും ക്രിസ്തുവിന് കൂട്ടവകാശികളും തന്നെ. ഈ വലിയൊരു അധികാരമാണ്, ദൈവിക അധികാരമാണ് നമുക്ക് ഇതിലൂടെ പകർന്നു ലഭിക്കപ്പെടുന്നത്. യേശു തന്റെ 33-ാം വയസ്സിൽ തന്റെ ഊർജവും ഓജസ്സും ദൈവശക്തിയും ജീവനുമുള്ള ശരീരത്തിലെ രക്തവും മാംസമാണ് നമുക്ക് പങ്കിട്ട് നൽകിയത്. ഇത് നാം ഓർക്കണം. അതിനാൽ രോഗമില്ലാത്ത പൂർണ്ണ ആരോഗ്യമുള്ള ആ തിരുശരീരവും സകല പാപവും പോക്കി വിശുദ്ധീകരിക്കുന്ന യേശുവിന്റെ ആ വിശുദ്ധ രക്തവുമാണ് നാം സ്വീകരിച്ചത്. തുടർന്ന് അവനേറ്റ ശിക്ഷ നമ്മുടെ ഓരോരുത്തരുടെയും പാപത്തിന് വേണ്ടി ആകയാൽ
അവന്റെ അടിപ്പിണരുകളാണ് നമുക്ക് സകലവിധ സൗഖ്യവും നൽകിയത് എന്നും വചനം പറയുന്നുണ്ട്. ചുരുക്കി പറഞ്ഞാൽ സ്നാനത്തിലൂടെ നാം നീതീകരിക്കപ്പെടുകയും പാപമോചനം നേടുകയും വിശുദ്ധീകരിക്കപ്പെടുകയും ചെയ്യുന്നു. അതിനുശേഷം കർത്തൃമേശയിൽ പങ്കാളികളാകുന്നതിലൂടെ യേശുവിന്റെ തിരുശരീരവും തിരുരക്തവും കഴിച്ച് വചനമാകുന്ന യേശുവായി നാം പരിണമിക്കപ്പെടുന്നു. തുടർന്ന് വചനത്തിലൂടെ പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെട്ട് വിശുദ്ധീകരണം നിലനിർത്തിക്കൊണ്ടുപോയി യേശുവിന്റെ കൈപിടിച്ച് സുവിശേഷ ദൗത്യം സ്വീകരിച്ച് ദൈവമക്കളായി ദൈവരാജ്യത്തിൽ ജീവിച്ച് മരിക്കുമ്പോഴാണ് നാം ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിന് അവകാശികളാകുന്നത് എന്ന് ചുരുക്കം. ഇതാണ് യേശു കാണിച്ചു തന്ന ലഘുവായ മാർഗം. യേശുവിന്റെ ലഘുവായ മുഖവും ഇതാണ്. ജ്ഞാനസ്നാനം സ്വീകരിക്കൽ, കർത്തൃമേശ അഥവാ വിശുദ്ധ കുർബാന സ്വീകരിക്കൽ, വിശ്വാസത്തോടെയുള്ള വചനം അനുകരിക്കൽ, പരിശുദ്ധാത്മാവിന്റെ സഹായത്തോടുള്ള വിശുദ്ധ ജീവിതം നയിക്കൽ, സുവിശേഷ ദൗത്യം സ്വീകരിക്കൽ എന്നിവയാണ് ക്രിസ്തീയ വിശ്വാസപ്രകാരം നിത്യത ആർജിക്കുന്നതിന് അഥവാ ആത്മാവിന്റെ മോക്ഷപ്രാപ്തിക്കുള്ള നടപടികൾ. കുർബാന ലക്ഷ്യമാക്കുന്നത് യേശുവുമായുള്ള ഐക്യം, അതായത് യേശുവിന്റെ രക്തത്തിലൂടെ ദൈവം മനുഷ്യരുമായി സ്ഥാപിച്ച പുതിയ ഉടമ്പടി, നിത്യജീവൻ, ആത്മീയ പോഷണം, തലയായ യേശുവിന്റെ ശരീര അവയവങ്ങളായ വിശ്വാസികളുടെ ഐക്യം, ഉറപ്പിന്റെ പ്രത്യാശ എന്നിവ കുർബാന ലക്ഷ്യമിടുന്നു. ഇതാണ് കുർബാനയുടെ പ്രാധാന്യം. യേശുവുമായിട്ടുള്ള ഐക്യം, യേശുവിന്റെ രക്തത്തിലൂടെ ദൈവം മനുഷ്യരുമായി സ്ഥാപിച്ച പുതിയ ഉടമ്പടി, നിത്യജീവൻ, ആത്മീയ പോഷണം, തലയായ യേശുവിന്റെ ശരീരമാം അവയവങ്ങളായ വിശ്വാസികളുടെ ഐക്യം, ഉയർപ്പിന്റെ പ്രത്യാശ, ഇതെല്ലാം കുർബാന ലക്ഷ്യമിടുന്നുണ്ട്. ചുരുക്കത്തിൽ കർത്തൃമേശ എന്നത് കേവലം ഒരു ചടങ്ങല്ല, മറിച്ച് ക്രിസ്തുവിന്റെ സ്നേഹം, ബലി, ഐക്യം, വരാനിരിക്കുന്ന നിത്യജീവൻ എന്നിവയുടെ പവിത്രമായ അടയാളവും കൂടെയാണ്. നിങ്ങൾക്ക് ഏവർക്കും നന്മകൾ ഉണ്ടാകട്ടെ. എന്റെ പിതാവായ ദൈവമേ, സ്നാനത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് ഓരോരുത്തർക്കും ബോധ്യം നൽകാനായി നന്ദിയപ്പാ. കർത്താവേ, പരിശുദ്ധാത്മാവേ, ആത്മീയരായി ജീവിക്കാൻ, ആത്മതലത്തിലേക്ക് ഉയർത്തുവാൻ ഇവരെ ഓരോരുത്തരെയും സഹായിക്കണമേ. പരിശുദ്ധാത്മാവേ, ഒരു മനുഷ്യനെ ആത്മീയനാക്കി മാറ്റുന്ന കർത്തവ്യം എന്റെ കർത്താവായ യേശുവിനും പരിശുദ്ധാത്മാവിനുള്ളതാണ്. വചനമാണ് ഞങ്ങളെ നയിക്കുന്നത്. വചനത്തിലൂടെ നയിച്ച് പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെട്ട് നിത്യജീവൻ പ്രാപിക്കുന്നവരെ പരിശുദ്ധാത്മാവെ ഇവരങ്ങ് നയിക്കണമേ. വചനത്തിന്റെ ബോധ്യത അങ്ങ് ഇവർക്ക് പറഞ്ഞു നൽകണമേ. ഓരോ വചനത്തിന്റെയും വ്യാഖ്യാനം അങ്ങ് നൽകണമേ പരിശുദ്ധാത്മാവേ. കർത്താവായ ദൈവമേ, എന്റെ പ്രാർത്ഥന സ്വീകരിച്ചതിനായി നന്ദി പറയുന്നു യേശുവിൻ നാമത്തിൽ. താങ്ക് യു ഫോർ വാച്ചിങ്.